നമ്മളോട് പറഞ്ഞ ജോലിയൊന്നും അല്ല അവര് ചെയ്യിക്കുന്നത്. ഞങ്ങൾ ശരിക്കും കൊല്ലാൻ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നത്. ആഹാരത്തിന് പോലും വഴിയില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ. ഇങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. ഇത് കാണുന്നവര് എന്നെ സഹായിക്കണം, എല്ലാരും കൂടി പ്ലീസ്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ഇവിടുന്ന് സഹായിക്കുന്നത്. അപ്പൊ ഞങ്ങൾ മൊത്തത്തിൽ കുടുങ്ങിയിട്ട് വല്ലാത്തൊരവസ്ഥയിലാണത്. നാളെ ആള് ബാക്കി ഉണ്ടാവുമെന്നും കൂടി അറിയില്ല. എനിക്ക് പറ്റിച്ച് ജീവിക്കാൻ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? ഈയിടെ സമൂഹ മാധ്യമത്തിൽ തരംഗമായ ഒരു വെല്ലുവിളിയുടെ സ്വരമാണിത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിച്ച ഒരു പ്രതി പണം തിരികെ ചോദിച്ചവരോട് പ്രതികരിക്കുന്നതാണ് നമ്മൾ ഈ കേട്ടത്. നിസ്സഹായരോടും നീതി നിഷേധിക്കപ്പെട്ടവരോടും തട്ടിപ്പുകാർ നടത്തുന്ന അഹങ്കാരത്തിന്റെ സ്വരമായി വേണം ഇതിനെ കാണാൻ. Well, every crime reinvents itself, and much trafficking, I wish to say first of all, happens in the context of migration by manipulating legal migration channels or gaps in legal migration policies, as well as the vulnerability of men and women. പ്രവാസവും പ്രവാസ ജീവിതവും ആഗ്രഹിക്കാത്തവർ ഇന്നത്തെ സമൂഹത്തിൽ വളരെ വിരളമാണ്. ഈ ആഗ്രഹം സഫലമാക്കാനായി ഇന്നത്തെ തലമുറ ചെന്നെത്തുന്നത് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവർ ഒരുക്കിയിരിക്കുന്ന കെണികളിലാണ്. ഇതിലൂടെ വൻ സാമ്പത്തിക നഷ്ടവും നിരാശയും കരിയർ തന്നെ ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യക്കടത്തിന്റെ പുതിയ മുഖങ്ങൾ തുറക്കുകയാണ് ലോകത്ത്. അത് കേരളത്തെ പെടുത്തണ്ട എന്നാണ് എനിക്ക് പറയാൻ അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ പ്രവാസികൾ പ്രബുദ്ധരാണ്. കേരളത്തിലെ കുടിയേറ്റക്കാര് പ്രബുദ്ധരാണ്. ഞങ്ങൾക്കറിയാം. എന്നിട്ടും ഞങ്ങൾ ചതിയിൽ പെടുന്നുണ്ട്. ശാലിനിയെ പോലെ നമ്മളോട് ഏറ്റവും കൂടുതൽ ആദരവ് കാണിക്കുന്ന രീതിയിൽ ചതിയിൽ ഏർപ്പെടുത്തി കൊണ്ടുപോവുക ചെയ്തത് ശാലിനിയൊക്കെ. ഒരു കാരണവശാലും ഇതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. നീതുവിനെ അടിയന്തരമായി നാട്ടിലെത്തിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ പോലീസുകാരോട് അഭ്യർത്ഥനയായി പറയാനുള്ളത്, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒരു തരത്തിലും അവർക്ക് ഒരു രക്ഷപ്പെടാൻ പഴുതില്ലാത്ത നിലയിൽ നടപടികളുമായി അവരെ നിങ്ങൾ നേരിടണം. കഴിഞ്ഞ 25 വർഷങ്ങളായി പ്രവാസ ലോകം ഇത്തരം മനുഷ്യക്കടത്തിന്റെ നിരവധി കഥകൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലൊരു ഇത് കണ്ട് കംബോഡിയ എന്ന സ്ഥലത്ത് ജോലിക്ക് പോയതാണ് ഞാൻ. എനിക്ക് കിട്ടിയ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാമിങ് ജോബായിരുന്നു. അത് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതപ്പോൾ അവരത് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെന്നെ തല്ലി ഇതാക്കുകയും അതിനുശേഷം എന്നെ അവിടുന്ന് പുറത്താക്കുകയും ചെയ്തു. തായ്ലാന്റ്, മ്യാൻമാർ, ലാവോസ്, കംബോഡിയ അതിർത്തിയിലെ കുപ്രസിദ്ധമായ ഗോൾഡൻ ട്രയാങ്കിൾ പ്രദേശത്ത് തൊഴിൽ തട്ടിപ്പിനും മനുഷ്യക്കടത്തിനും ഇരയായി കുടുങ്ങിയ മലയാളികളുടെ നിരവധി പരാതികളാണ് ഞങ്ങളെ തേടിയെത്തിയത്. ഇത് ഒരു പുതിയ ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്, ത്രൂ ദ ഡിജിറ്റൽ റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ അതിൽ ഭയങ്കര ചീറ്റിങ്സ് നടക്കുകയാണ്. മാക്സിമം തിങ്സ് ആർ ബീങ് ചീറ്റഡ് ഇൻ ദ നെയിം ഓഫ് ഓഫറിങ് ദം വെരി ഹൈ സാലറീസ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയത് വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്കൂൾസ്. ഈ ഗ്രാജുവേറ്റ് ഉള്ള പിള്ളേർക്ക് അവിടെ സ്കൂളിൽ വി ഹാവ് ടു ഗിവ് മൈഗ്രേഷൻ സെമിനാർസ് ബൈ ദ പീപ്പിൾ, ആൻഡ് ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ കരിക്കുലം, ആൻഡ് ദർ ഷുഡ് ബി എ ടീച്ചർ ലൈക്ക് കൗൺസിലിംഗ് വി ആർ ടോക്കിംഗ് ഇൻ എവറി സ്കൂൾ. ദർ ഷുഡ് ബി എ ടീച്ചർ ടു ടെൽ അബൌട്ട് ദ പ്രോബ്ലം ആൻഡ് പ്രോസ്പെക്റ്റ് ഓഫ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ നമ്മൾ മോശം പറയുന്നല്ലോ, അതിനുடைய ഗുഡ് തിങ്സ് ആൻഡ് ബാഡ് തിങ്സ്. അപ്പോൾ അത് വന്നാലേ ഫ്യൂച്ചറിൽ നോ ബോയ് ഓർ ഗേൾ ഇൻ കേരള ഓർ ഇൻ ഇന്ത്യ വിൽ നോട്ട് ബി ചീറ്റഡ് ത്രൂ ദ ഡിജിറ്റൽ ബ്രോഡ് ഓഫ് റിക്രൂട്ട്മെന്റ്. തെക്കൻ ദേശത്തു നിന്നും തുടങ്ങിയ ചതിയുടെ കഥകൾ വടക്കൻ ദേശം വരെ എത്തി. വടകര സ്വദേശികളായ ഈ ചെറുപ്പക്കാരെ പറ്റിച്ചത് അവരുടെ ഉറ്റ സുഹൃത്തും ബന്ധുവും കൂടിയാണ്. അപ്പൊ ഞങ്ങൾ മൊത്തത്തിൽ കുടുങ്ങിയിട്ട് വല്ലാത്തൊരവസ്ഥയിലാണത്. അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ ജീവനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ എല്ലാത്തിനും ഉത്തരവാദി ഈ 4 വ്യക്തികളാണ്. നാളെ ആള് ബാക്കി ഉണ്ടാവുമെന്നും കൂടി അറിയില്ല. ജീവനോട് ഇല്ലെങ്കിൽ ഇത് കാണുന്നവരെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കയ്യിലെത്തിക്കണം. ഇതിനിടെ അതിർത്തി കടന്നു വന്ന ഒരു തട്ടിപ്പിന്റെ കഥയും നാം കണ്ടു. ചെക്ക് പോസ്റ്റിനപ്പുറത്ത് തമിഴ്നാട് സ്വദേശിയായ ഏജന്റ് ചതിക്കിരയാക്കിയ പാറശാല സ്വദേശിയും മറ്റു ചിലരും അങ്ങ് കിർഗിസ്ഥാനിലാണ് കുടുങ്ങിയത്. ഞാൻ 15-ാം തീയതി കസക്കിസ്ഥാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതാണ്. ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് ഇപ്പോൾ തന്നെ 1 മാസവും 5 ദിവസവുമായി. എനിക്ക് ആഹാരത്തിന് പോലും വഴിയില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ. എനിക്ക് ജോലിക്ക് തന്നെ കയറ്റുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എൻ്റെ ഒപ്പം ഇവിടെ ഒത്തിരി മലയാളികളും ഒത്തിരി ഹിന്ദിക്കാരും എൻ്റെ ഒപ്പം ഉണ്ട്. അവരും ഓരോ
ഇതുപോലെ ഈ ഡൽഹിയിലുള്ള ആഷിഖ് എന്ന് പറയുന്ന ഏജൻറ്റ് മുഖേന വന്നവരുമുണ്ട് കൂടെ. അങ്ങനെ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ 1,80,000 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹം ജോലിക്കായിട്ട് വാഗ്ദാനം ചെയ്ത് നമ്മളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞങ്ങൾ ഇപ്പോൾ ഇയാളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇയാൾ ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആഹാരത്തിനും അത്രയ്ക്കും അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പോലും വരുന്ന പരസ്യങ്ങളിലും തൊഴിൽ വാഗ്ദാനങ്ങളിലും വിശ്വസിച്ച് ആയിരക്കണക്കിന് പേരാണ് ലോകത്തിന്റെ പലയിടങ്ങളിലായി കുടുങ്ങിക്കഴിയുന്നത്. പണ്ട് വ്യാപകമായി ഗൾഫിലേക്ക് മാത്രം നടന്നിരുന്ന ഈ തട്ടിപ്പ് ഇന്ന് UK, യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങി തായ്ലൻഡ്, കംബോഡിയ, മ്യാൻമാർ, ലാവോസ്, മലേഷ്യ, സിംഗപ്പൂർ എന്നീ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യ, ഉക്രൈൻ, അർമേനിയ, അസർബൈജാൻ തുടങ്ങിയ ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യ സർക്കാരിന് കുറേയധികം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇന്ത്യ സർക്കാരിനാണല്ലോ വിദേശകാര്യത്തിൻ്റെ ചുമതല. അവർ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ യുവതികൾ ഉൾപ്പെടെ പെട്ടിരിക്കുന്ന പറഞ്ഞത് അവരെ കൊണ്ട് നിർബന്ധപൂർവം അവരെ കൊണ്ട് ക്രിമിനലായിട്ടുള്ള പണികൾ ചെയ്യിക്കുകയാണ്. ഇല്ലെങ്കിൽ ഭീകരമായ പീഡനം, ഷോക്കടിപ്പിക്കുക തുടങ്ങിയ പീഡനമാണ് അവർക്ക് ഏൽക്കേണ്ടത്. അപ്പം അതിൽ ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യ വിദേശകാര്യ വകുപ്പ് വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട്. അഭ്യസ്തവിദ്യരായ പ്രൊഫഷണലുകളെ മാത്രമല്ല, ഫ്രൂട്ട് ഫാക്ടറിയിലെ പാക്കിംഗ് ജോലിക്കെന്ന് പറഞ്ഞുവരെ ചതിക്കപ്പെട്ടവർ അങ്ങ് അർമേനിയയിൽ 8 മാസത്തോളം നരകയാതന അനുഭവിക്കേണ്ടി വന്നതും ഇക്കാലത്താണ്. ഏജന്റ് ഈ സുധി എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ കൂട്ടുകാരനാണ് നമ്മുടെ ഏജന്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവൻ അവിടുത്തെ ഏജന്റ് ഒന്നുമല്ല. ഇവൻ തന്നെ അവിടെ ഒരു പണിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു പരിപാടി ഒന്നും ഇല്ല. ഇതന്നെ പരിപാടി ഇവിടുന്ന് കമ്മീഷൻ അടിച്ച് ജീവിക്കൽ തന്നെയാണ് അവൻ്റെ പരിപാടി. അവൻ്റെ പേര് ജിബിൻ എന്നാണ്. ഇവൻ ഈ നമ്മളെ കൊണ്ടുവന്നിട്ടിട്ട് ആദ്യം ഈ പോയവരെ കൊണ്ടുപോയി വല്ല കാലി തൊഴുത്തിലും പിന്നെ മറ്റേ പ്രേത ബംഗ്ലാവ് പോലത്തെ കാലത്തൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇവർ ആദ്യം ഇട്ടത്. അവിടെ നിന്ന് ഇവർ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഇവരെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവിടേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഞങ്ങൾ ആദ്യം ആ ബംഗ്ലാവിൽ കൊണ്ടിട്ട് അവിടെ 4 ദിവസം കിടന്നിട്ട് കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല, തണുപ്പ് മാത്രം. Naukri.com-ലൂടെ കംബോഡിയയിൽ ജോലി ലഭിച്ചപ്പോൾ താൻ ചെന്നെത്തുന്നത് ഒരു വലിയ അപകടത്തിലേക്കാണെന്ന് ജേർണലിസം ബിരുദധാരിയായ അഭിലാഷ് പോലും തിരിച്ചറിഞ്ഞില്ല. എല്ലാവരും എന്നെ ദയവ് ചെയ്തൊന്ന് സഹായിക്കണം. ഞാനൊരു കുടുക്കിലാകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കംബോഡിയയിൽ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാണ്. ഇത് ഞാൻ നൗക്കരി വെബ്സൈറ്റ് വഴി ജോബ് കൺസൾട്ടൻറ്റ് എന്നെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നമ്മളോട് പറഞ്ഞ ജോലിയൊന്നും അല്ല അവർ ചെയ്യിക്കുന്നത്. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞാൽ എനിക്കിവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് 2,50,000 2,40,000 അടുത്ത് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും കൂടി എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. സൈബർ കുറ്റകൃത്യത്തിനും ആളില്ലാ ഫാമുകളിലും മാത്രമല്ല, ലോകരാജ്യങ്ങൾ 2 വർഷത്തു നിന്ന് ഏറ്റുമുട്ടുന്ന റഷ്യ ഉക്രൈൻ യുദ്ധമുഖത്തേക്കും മലയാളികളെ ഇരകളാക്കാനുള്ള ചതിപ്രയോഗം വിജയിച്ചു. ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇവിടേക്ക് ഫുഡ്, വാട്ടർ, വെള്ളം തുടങ്ങിയ സാധനങ്ങൾ എത്തിക്കുന്ന ജോലിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവരിപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് അവരുടെ കൂടെ യുദ്ധത്തിന് ചെല്ലണം എന്നാണ് പറയുന്നത്. അവർ പറയണത് ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ നിൽക്കേണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ഇവിടുന്ന് സഹായിക്കണേ. സ്വന്തമായി ഒരു ഹോട്ടൽ നടത്തി വരികയായിരുന്ന എറണാകുളം സ്വദേശി റെനിൽ തോമസിന് റഷ്യൻ പൗരത്വവും ഉയർന്ന ശമ്പളവുമുള്ള ജോലിയാണ് ഏജന്റ് വാഗ്ദാനം ചെയ്തത്. നമ്മളെല്ലാവരും വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് നമ്മൾ പോകുന്നതാണ്, അല്ലാണ്ട് കയ്യിൽ കാശുണ്ടെങ്കിൽ ഇങ്ങനെ പോകില്ലല്ലോ. പിന്നെ സന്ദീപിൻ്റെ വീടാണെങ്കിലും അവരുടെ അച്ഛനമ്മനെയും കണ്ട വളരെ ദയനീയമായ അവസ്ഥയാണ്. അതേപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ മാസം മരിച്ച ബിനിലിൻ്റെ അവസ്ഥ. അവൻ കല്യാണം കഴിച്ചിട്ട് 3 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൻ പോയിപ്പോൾ 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു ഭാര്യ. ആ കൊച്ചിൻ്റെ മുഖം പോലും അവന് കാണാൻ പറ്റി. ചെന്നിറങ്ങിയ പാടെ യുദ്ധമുഖത്തേക്കുള്ള ആയുധ പരിശീലനത്തിന് അയക്കുകയായിരുന്നു റെനിലിനെയും മറ്റുള്ളവരെയും. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു അവിടെ ചെന്നപ്പോൾ ഇത് ഉപയോഗിക്കും. കാരണം നമുക്കിത് വീട്ടിൽ ഞാൻ ഈ ചട്ടകം പിടിച്ച് അങ്ങനത്തെ ഒരു ഇതാളാണ്. അങ്ങനത്തെ വേറെ ഇങ്ങനത്തെ വെപ്പൺസ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പിന്നെ പേടിച്ച് നമ്മളവിടെ നിന്നായിരുന്നത്. ഇത് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡർമാർ നമ്മളോട് ദേഷ്യപ്പെടും. റെനിലിനോടൊപ്പം റഷ്യയിലെത്തിയ ബിനിൽ ബാബു യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടു. പരിക്കേറ്റ ജെയിൻ കുര്യനാകട്ടെ ഇപ്പോഴും റഷ്യൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ ചികിത്സയിലുമാണ്. യുകെയിലേക്കുള്ള ഞങ്ങളുടെ ഫൈനൽ ബാച്ചുകളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എത്രയും വേഗം ഞങ്ങളുമായി ബന്ധപ്പെടൂ, ജോയിൻ ചെയ്യൂ. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെ UK-യിൽ കെയർ ഗിവറായി ജോലി വാഗ്ദാനം ചെയ്ത് മംഗലാപുരത്ത് പ്രവർത്തിച്ചു വരുന്ന UK ഇൻ റീഗൽ അക്കാഡമി എന്ന സ്ഥാപനം ഏകദേശം 86ഓളം ഉദ്യോഗാർത്ഥികളിൽ നിന്നും വൻ തുകയാണ് തട്ടിയത്.
തട്ടിപ്പിനിരയായ ചെറുപ്പക്കാർ നീതി തേടി മുട്ടാത്ത വാതിലുകളില്ല. തട്ടിപ്പുകാരനാണെങ്കിൽ പറ്റിച്ചുണ്ടാക്കിയ പണം എണ്ണുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ടു പരിഹസിച്ചും ഏതോ വിദേശ രാജ്യത്ത് ഒളിവിൽ താമസിച്ച് തനിക്കെതിരെ പരാതി കൊടുത്തവരെ കുറ്റപ്പെടുത്തുന്നു. ഒരു പെറ്റീഷൻ ഞങ്ങൾക്ക് 86 പേർക്കെതിരെയും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ 86 പേരിൽ നിന്നും അദ്ദേഹത്തിന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞു. അതായത് നീതിപീഠത്തിനെ വരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള മൂവാണ് ചെയ്തേക്കുന്നത്. മുമ്പോട്ട് അദ്ദേഹത്തിന് പ്രശ്നം വരാത്ത രീതിയിലേക്കൊക്കെ. അപ്പം ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് ഇപ്പം ഞങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. മലേഷ്യയിൽ ബേബി സിറ്ററിന്റെ ജോലിയുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് ഒരു യുവതിയെ തായ്ലാന്റ് വഴി അവിടേക്ക് കടത്തിയത്. എന്നാൽ ലഭിച്ചത് വീട്ടുജോലിയും കൊടിയ പീഡനവും. നിയമാനുസൃതമല്ലാത്ത രേഖകൾ കാരണം അവിടെ കുടുങ്ങിക്കിടക്കുകയാണവർ. നീതുമോളെ ബാങ്കോങ്ങിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട് ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുപോയതാ. അവിടുന്ന് പിന്നെ വള്ളത്തേൽ മൂടിയിട്ട് കൊണ്ടുപോയി, വലയിട്ട് മൂടി ഒരു വഞ്ചിയിൽ കൊണ്ടുപോയി തായ്ലാൻഡിൽ കൊണ്ടുപോയി ഇറക്കി. അവിടുന്ന് പോലീസ് വന്നെന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്ന്. അങ്ങനെ ഒരു 4-5 തവണ അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടിൽ കുറേ 25 പേരുണ്ടായിരുന്നു. അവർ ചെന്നൈയിൽ നിന്നാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയ ഒരു 25ഓളം പേരെ ഒരു ഗോഡവണിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, ടോയ്ലറ്റും ഇല്ല, ഒന്നുമില്ലാതെ ഒരു സ്ഥലത്ത് കൊണ്ട് അവളെ കുറേ ഇട്ടിരുന്നു. പിന്നെ കൊണ്ടുപോയി ആക്കിയ ഒരു അവിടുത്തെ ഡെത്തോ എന്ന് പറയുന്ന ഒരാൾ പൊളിറ്റീഷ്യനാണ്. അയാളുടെ വീട്ടിലാണ് അവളെ കൊണ്ടാക്കിയ. അവിടെയാണെങ്കിൽ പണി മാത്രമേ ഉള്ളൂ. രാവിലെ തുടങ്ങിയ പണി രാത്രി 4 മണിയായാലും അവൾക്ക് പണി കഴിയൂല. അവിടുന്ന് അവളെ കൊണ്ടുവരാന്ന് പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് ആ ഓണർ അവളെ പിടിച്ച് തല്ലുകയും ചെയ്ത് ഫോണും വാങ്ങിച്ചെടുത്ത് ഇപ്പോഴും വിളിച്ചാൽ കിട്ടില്ല. 4 മാസമായിട്ട് ശമ്പളവും കിട്ടിയിട്ടില്ല. അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മനുഷ്യക്കടത്തിന് ഇരയാകുന്ന സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിനും വിധേയരാകാറുണ്ട്. അതിന് വിസമ്മതിച്ച ഒരു യുവതി അവർ രക്ഷപ്പെട്ട കഥ പറയുന്നത് കേൾക്കൂ. രാവിലെ ആയപ്പോൾ ഈ യാസീന എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ എന്തോ ഒരു ആവശ്യത്തിന് പുറത്ത് പോയതാ, ഒരു 10-15 മിനിറ്റ്. ആ സമയത്ത് ഞാൻ ഇവരോട് ചോദിച്ചു, എന്താ കാര്യം, നിങ്ങൾ എന്തെങ്കിലും പറ, എനിക്ക് പറ്റുന്നില്ല ഇതെല്ലാം കാണുമ്പോൾ, ഞാൻ പണിയെടുക്കാനാണ് വന്നത്, എന്തുണ്ടെങ്കിൽ നിങ്ങൾ പറ, എനിക്ക് വേറെ വഴിയില്ല എന്നെല്ലാം പറഞ്ഞ് കരഞ്ഞപ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ നേഴ്സാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കിവിടെ ചെയ്യേണ്ട എല്ലാ ഇതും ഞാൻ ചെയ്യേണ്ടി വന്നു. അതിപ്പോൾ എനിക്കിപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ മോളെങ്കിലും എങ്ങനെയെങ്കിലും പുറത്ത് പോകാൻ പറ്റുവാണെങ്കിൽ പോകാൻ നോക്കുമെന്ന് പറഞ്ഞു. അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം അവിദഗ്ധ തൊഴിലാളികളെയും ചതിയന്മാർ ഇരകളാക്കി. വിദേശങ്ങളിൽ സ്വപ്നത്തിൽ പോലും കാണുവാൻ പറ്റാത്ത ജോലിയും ശമ്പളവും വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോൾ പാവങ്ങൾ അതിലും വീണു. ഈ ജോലി ഞങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിലെ ഒരു പരസ്യം കണ്ടിട്ടാണ്. അതായത് ലക്സംബർഗ്, ഓസ്ട്രിയ, ഇസ്രയേൽ എന്നീ 3 കാറ്റഗറിയിലായിട്ട് ഈ അൺസ്കിൽഡ് വേക്കൻസിയിൽ ആളെ എടുക്കുന്നുണ്ടെന്നുള്ള പരസ്യം കണ്ടിട്ട് നമ്മൾ ഈ പരസ്യത്തിന് താഴെ അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്. ഈ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ നമ്മൾ. അപ്പോൾ തന്നെ അവരുടെ ഓഫീസിലുള്ളവർ ടെലികോളേഴ്സ് ഇവർ നമ്മളെ വിളിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ നിങ്ങളുടെ ഒരു അപ്ലൈ എന്ന് പറഞ്ഞ് നമ്മുടെ വാട്സാപ്പായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ അപ്ലൈ പോകണേ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ വിളിച്ച് അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഓക്കെ നമുക്കിത് കറക്റ്റാണ്, അവരോട് നമ്മൾ ഇതിൻ്റെ ഏജൻസിയുടെ രജിസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരൊരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നു. പിന്നെ ഇതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മളെ പൊതുവെയുള്ള ഏജൻസിക്കാരെല്ലാം പറയുന്ന പോലെ തന്നെ ഇവർ പറഞ്ഞിട്ടാണ് നമ്മളിതിൽ ചെല്ലുന്നത്. ഈ ചതിക്കപ്പെട്ടവരുടെ എണ്ണം ഇക്കാണുന്നതൊന്നുമല്ല. ആയിരങ്ങൾ തങ്ങൾക്ക് പറ്റിയ ദുരന്തം പുറത്തു പറയാതെ മനസ്സിൽ ഒതുക്കി നീറി ജീവിക്കുന്നു. പണമുണ്ടാക്കാൻ അവർ നടത്തിയ കഷ്ടപ്പാടുകൾ ഇനി ആരോട് പറയാം? എന്നൊരു ചേട്ടൻ ഇതിൽ പെടാത്തത്, അതായത് ഈ 400 പേരിൽ പെടാത്ത ഒരാൾ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ നിന്ന്, എനിക്ക് തിരുവനന്തപുരംകാരനാണ്, അദ്ദേഹത്തിന് കേസിനും പോകാൻ താല്പര്യമില്ല, കാരണം സമൂഹം കളിയാക്കും എന്നുള്ള രീതിയിൽ ഫേസ് കാണിക്കാനും കേസിന് പോകാൻ താല്പര്യമില്ല. അദ്ദേഹം മകന് വേണ്ടിയാണ് ഈ പൈസ കൊടുത്തത്. 4 ലക്ഷം രൂപ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തന്നത്. പരാതിപ്പെടാൻ പോലും സ്ഥലമില്ലാതെ പണം പോയ ഞെട്ടലിനേക്കാളും താനും ഒരു ഇരയായല്ലോ എന്ന സങ്കടത്തിലാണ് അക്കരെ പച്ച സ്വപ്നം കണ്ട ഈ മനുഷ്യർ. എനിക്ക് പറ്റിച്ചു ജീവിക്കാനേ അറിയുകയുള്ളൂ, അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായി നിങ്ങൾ നിന്നു തരുന്നത് എന്തിനാണ്? പണം തിരികെ ചോദിച്ചയാളോട് കാർത്തിക പ്രതി പറഞ്ഞ വാക്കുകളാണിത്. അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തേ താൻ കൂടുന്നുണ്ടോ? ആയോ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. അതെ, പരാന്നഭോജികളായ ഇത്തരം മനുഷ്യർക്ക് നിന്നു കൊടുക്കുന്നതാണ് നമ്മുടെ തെറ്റ്. വിദേശവാസം സ്വപ്നം കണ്ട് ദുരന്തത്തിലേക്ക് വഴുതി വീഴാൻ ഇനി ഒരാളും ഉണ്ടാകരുത്. Very careful if you are offered a job on social media or through agents with lucrative salaries to work in this Indo-China region. This is something that is very important for you to be aware of. വിദേശത്തേക്ക് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന ഏജൻസികൾക്കെതിരെ ജാഗ്രത പാലിക്കണം.
വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ലൈസൻസ് ലഭിച്ച അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസികളിൽ നിന്ന് മാത്രമേ അന്വേഷകർ തൊഴിൽ സ്വീകരിക്കാവൂ. എന്തെങ്കിലും ഒരു ഓഫർ ലെറ്റർ കിട്ടുക, നിങ്ങളെ ട്വിറ്ററോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഈവൻ നിങ്ങളുടെ ബന്ധുക്കൾ മുഖേന ആവട്ടെ, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യുക. ഒന്നുകൊണ്ട് ഒരാളെ ഫോം വിളിച്ച് ചോദിച്ചെന്ന് പറഞ്ഞാൽ അത് തെറ്റായ ആവശ്യമില്ല. നിങ്ങൾ നോർക്കയെ വിളിച്ച് ചോദിക്കുക, POE വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കാം. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഓഫീസുണ്ട്, നോർക്കയുടെ ഓഫീസും പല ഭാഗത്തും ഉണ്ട് കേരളത്തിൽ. നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നഷ്ടപ്പെട്ടു പോകരുത് എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇത് നിങ്ങളത് അഭ്യർത്ഥിക്കുന്നത്. സാക്ഷരതയിലും സാമൂഹിക പുരോഗതിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മളാകണം ഇന്ന് ഒരുപക്ഷെ സൈബർ തട്ടിപ്പുകാർക്കും വ്യാജ റിക്രൂട്ട്മെന്റുകൾക്കും ഇരകളാകുന്നതെന്നത് വിരോധാഭാസമായിരിക്കണം. നിരപരാധികളായ മനുഷ്യരെ ഇത്തരം ചതിക്കുഴികളിലേക്ക് തള്ളിയിടാതിരിക്കാൻ ആവശ്യമായ ബോധവൽക്കരണം സർക്കാർ തലത്തിൽ നടത്തുക തന്നെ വേണം. ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഹാസ് ബിക്കം എ ബിഗ് ആൻഡ് മേജർ ഇഷ്യൂ, especially among the youth. So it is very necessary that all types of public information has to be used. Publication, hoardings, etc. in the airports, in the railway stations, in the bus stands, in the seaport maybe. Along with it, we need to address the youth. പോലീസിന്റെയും സർക്കാർ ഏജൻസികളുടെയും നിഷ്ക്രിയത്വം സാധാരണ മനുഷ്യരെ ചതിക്കിരകളാക്കുകയും കടക്കിണികളിൽ അകപ്പെടുത്തുകയും ചെയ്യും. ഇനിയും അമാന്തിച്ചാൽ കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ വരും. അതിനു മുൻപേ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യക്കടത്തിലൂടെയും വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കുവാൻ വേണ്ടി പ്രവാസലോകം നടത്തുന്ന ഇടപെടലുകൾ ചെറുതല്ല. കോവിഡിന് ശേഷം അനധികൃത റിക്രൂട്ട്മെന്റുകളും വിസ തട്ടിപ്പുകളും ക്രമാതീതമായി വർദ്ധിച്ചു വന്നതിനെ തുടർന്ന് ടെലിവിഷന്റെ 4 അതിരുകൾക്ക് പുറത്തേക്ക് പ്രവാസലോകം വന്നെത്തി. തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലും കോട്ടയത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും തുടങ്ങി കേരളത്തിന്റെ പല ഭാഗത്തും പ്രവാസലോകം സുരക്ഷിത പ്രവാസത്തിനു വേണ്ടിയുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാറുണ്ട്. സർക്കാരും പോലീസും നീതിപീഠവും മാധ്യമങ്ങളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇത്തരം വഞ്ചകരെയും ഈ തട്ടിപ്പിനെയും ഉന്മൂലനം ചെയ്യാനാകൂ. ഒപ്പം സൈബർ തട്ടിപ്പുകാർക്കെതിരെ ജാഗരൂകരാകുകയും വേണം. So what we really need from our governments and other stakeholders is more and more stringent regulations, effective regulations of the cyberspace. ശത്രുക്കൾ ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. അജ്ഞാതമായ സൈബർ ഇടങ്ങൾ ഒളിത്താവളമാക്കി അവർ നമ്മുടെ ജീവിതം ലക്ഷ്യം വെച്ചു കടന്നുവരുന്നു. സൂക്ഷിക്കുക, ശ്രദ്ധിച്ചു മുന്നേറുക. എനിക്ക് പറ്റില്ല, വേറെ പറ്റാതിരിക്കുക. എന്ത് ജോബാണെങ്കിലും അത് കറക്റ്റ് ഡേറ്റ അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് വിശ്വാസമാണ്, എന്ത് പ്രൂഫിന് ചോദിക്കാൻ പറ്റും അത്രയും പ്രൂഫ് മേടിക്കുക. ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസി വഴി അല്ലാതെ ഒരു രാജ്യത്തേക്കും പോവാതിരിക്കുക എല്ലാവരും.